കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജിവെച്ചു. CJPയുടെ ഡിമാൻഡ് രാജിവെച്ചെങ്കിൽ മാത്രമേ ഇനി ഫർദറായിട്ടുള്ള ചർച്ച നടത്തുകയുള്ളൂ. 4ഓളം ഡിമാൻഡുകൾ CJP പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. നീറ്റ് പരീക്ഷ എഴുതി നിരാശരായി വിട പറഞ്ഞ കുട്ടികളുണ്ട്. അവർക്ക് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കണം. അതോടൊപ്പം കേസുകളൊക്കെ പിൻവലിക്കണം. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് 59 വയസ്സുകാരനായ ഗാന്ധിയൻ സോനം വാങ്ചുക്ക് സത്യാഗ്രഹത്തിലായിരുന്നു. 26 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീർത്തും അവശനായി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യം അത് ക്ഷമിക്കില്ല, കുട്ടികൾ ക്ഷമിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലായി. അതുകൊണ്ട് ആ സത്യാഗ്രഹം കേന്ദ്രത്തിലെ 2 സീനിയർ മന്ത്രിമാർ, അല്ലെങ്കിൽ നദ്ദ, മുൻ BJP പ്രസിഡൻ്റായിരുന്ന നദ്ദ ഉൾപ്പെടെ 2 പേര് സോനം വാങ്ചുക്കിനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചു. അദ്ദേഹത്തിന് അവർ ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യിച്ചു. ആ പ്രശ്നം ഒരു തലവേദന അങ്ങനെ ഒഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിറയെ പോലീസുകാരാണ്, അവരെ പിൻവലിക്കണം. ആ സോനം വാങ്ചുക്കിൻ്റെ അടുത്ത് മറ്റൊരാൾ വരാൻ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത നടപടി എന്താ എന്ന് ഭയപ്പെട്ടിട്ടാണ് BJP അവിടെ മുഴുവൻ പോലീസിനെ കൊണ്ട് നിറച്ചിരിക്കുന്നത്. പോലീസ് അവിടുന്ന് മാറണം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ ഒരു ഗാന്ധിയനായിട്ട് തന്നെ നമ്മൾ സോനം വാങ്ചുക്കിനെ കാണണം. സത്യാഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ. അതുകൊണ്ട് ഗാന്ധിയെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും അവരുടെ MP-മാരും നേതാക്കന്മാരും ഗാന്ധി സ്മൃതി മണ്ഡലത്തിൽ പോയി ഗാന്ധിയുടെ അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ പിന്നീട് ഈ CJPയുടെ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതിയിലെ ചില ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശത്തിലാണ് കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റകൾ എന്നുള്ള വാക്കുകൾ ആദ്യം വെളിയിലോട്ട് വരുന്നത്. അദ്ദേഹം ഇപ്പം അത് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ CJPയോ കുട്ടികളെ ഉദ്ദേശിച്ചല്ല, ഞാൻ വ്യാജ ബിരുദം കൊണ്ട് LLB പഠിച്ചു വരുന്ന പലരും ഇവിടെ കോടതികളിൽ വന്ന് അവർക്ക് നിയമത്തെപ്പറ്റി യാതൊരു അവബോധമില്ലാതെ പ്രസംഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് പാറ്റയെന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ഊർജം പകരുന്ന കുട്ടികളെ ഉദ്ദേശിച്ചല്ല എന്നുള്ള പ്രസ്താവനയുടെ ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പം തന്ത്രപരമായ ഒരു തീരുമാനം BJP എടുത്തിരിക്കുന്നു. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചു. ഇപ്പം നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും ശക്തികാന്ത ദാസും ഉൾപ്പെടെയുള്ളവരെ ആ തീരുമാനം ഇപ്പം പുറത്തുവിട്ടു. അമിത്ഷായെ ഉപപ്രധാനമന്ത്രിയായിട്ട് കണക്കാക്കുന്നു എന്നുള്ള ചില വാർത്തകളുടെ വരുന്നുണ്ട്. ഏതായാലും കോക്രോച്ച് പാർട്ടിയിലെ അംഗങ്ങൾ ജന്തർ മന്ദിറിൽ നടത്തിയ അവരുടെ അതിശക്തമായ സമരം അത് ഫലം കണ്ടിരിക്കുന്നു. BJPയുടെ അടിത്തറ ഇളകിയോ എന്ന് സംശയിക്കുന്നു. കാരണം ഗാന്ധി മാർഗത്തിൽ കൂടെയാണ് CJPയും അതുപോലെ തന്നെ സോനം വാങ്ചുക്കുമൊക്കെ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ MP-മാരെ വിലയ്ക്ക് വാങ്ങിച്ചാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പോക്കിലേക്കൊന്നും പാർട്ടികൾ പോകാൻ തയ്യാറല്ല. ബംഗാളിൽ എന്താ നടന്നതെന്ന് നമുക്കറിയാം. ബീഹാറിലും പല സ്ഥലങ്ങളിലും
പണം കൊടുത്ത് പിമാരെ വിലയ്ക്ക് വാങ്ങുന്ന അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് CJP പാർട്ടി പാർട്ടികൾ. അതുകൊണ്ട് ഒരു ഗാന്ധിയൻ വിപ്ലവത്തിലേക്ക് തന്നെയാണ് ഈ ചെറുപ്പക്കാർ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് സപ്പോർട്ടേഴ്സ് കൂടുന്നുണ്ട്. അക്രമം അനീതിക്കെതിരായിട്ട് അവർ നീങ്ങുന്നില്ല, അങ്ങോട്ട് അവർ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവരെ തച്ചുടയ്ക്കാൻ വേണ്ടി ഡൽഹി പോലീസും അവിടുത്തെ DCP ഉൾപ്പെടെയുള്ളവർ അതിക്രൂരമായ രീതിയിൽ ഇതുങ്ങളെ മർദ്ദിച്ചു. മഫ്റ്റിയിലുള്ള പോലീസുകാർ യൂണിഫോം ഇല്ലാതെ വന്നിട്ട് ഈ കുട്ടികളെ തല്ലി തകർത്തു. ധാരാളം പേർക്ക് പരിക്കുണ്ടായി. കൈയും കാലും കെട്ടി അവരെ മരുന്ന് വെച്ച് അവിടെ തന്നെ ആ മുറിവേറ്റ ആ കൈകളും കാലും കൊണ്ട് തന്നെ ആ സത്യാഗ്രഹ സ്ഥലത്ത് അവർ പോയിരുന്ന് സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവർക്ക് ആവശ്യമായ ഫുഡുകൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിദേശത്തും വന്നു തുടങ്ങി. അവർക്ക് ആവശ്യമുള്ള മെഡിസിൻ അതും അവിടെ എത്താൻ തുടങ്ങി. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന പാടുകൾ വരെ അവിടെ 10,000-കണക്കിന് വന്നു തുടങ്ങി. വിദേശത്തു നിന്നും പല ഫുഡ് ഐറ്റംസും മെഡിസിൻ ഐറ്റംസും ഒക്കെ വന്നു തുടങ്ങി. അതൊക്കെ ജന്തർ മന്ദിറിൽ സോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേക വിഭാഗങ്ങൾ തന്നെ തുടങ്ങി. കാരണം അവർക്കെല്ലാം ഇത് ആവശ്യമാണ്. അവർക്ക് ഫുഡ് ആവശ്യമാണ്, അവർക്ക് പണം ആവശ്യമാണ്, അവർക്ക് അതുപോലെ മെഡിസിൻ ആവശ്യമാണ്. അതുകൊണ്ട് ജന്തർ മന്ദിറിൽ അതിന് പ്രത്യേക കൗണ്ടറുകൾ തുടങ്ങി. അവരെ സുപ്രധാനമായ നീക്കങ്ങൾ നാം കണ്ടു. ലാത്തി കൊണ്ട് ഒരാളെ ഈ CJPയുടെ ഒരാളെ അടിക്കുന്ന ഞാൻ കണ്ടു ദൃശ്യം. അദ്ദേഹം കൈകെട്ടി നിന്ന് കൊടുത്തു, അടിച്ചോളൂ എന്ന് പറയുന്നത്. അതൊരു ഗാന്ധിയൻ ചിന്തയാണ്. നമുക്കറിയാമല്ലോ ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ആ അതിശക്തമായ സത്യാഗ്രഹ മുറകളെല്ലാം കണ്ടു ശീലിച്ചവരാണ് ഇന്ത്യക്കാർ. അത് നമ്മൾ മറക്കരുത്. ഇപ്പോഴത്തെ തലമുറ ആ ഗാന്ധിയൻ തത്വത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ജൻസിയുടെ ഒരു വിപ്ലവമല്ല, ഐഡിയോളജിക്കലായിട്ട് ജാതി മത ചിന്തകളില്ലാത്ത കുട്ടികളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ചെറുപ്പക്കാരെല്ലാം ഡൽഹിയിലേക്ക് പോകുന്നത് അവർക്കാർക്കും ജാതി മത ചിന്തകളില്ല. അതുകൊണ്ട് ഇതിനെ മറ്റ് പല രീതിയിലും പല ആൾക്കാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മോശമായ രീതിയിലും പറയുന്ന കേൾക്കാം. പക്ഷേ ആ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുടെ ശക്തി അതിമഹത്താണ്, അത് വലിയ പവർഫുള്ളാണ്. ചീഫ് ജസ്റ്റിസ് വരെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പാറ്റ എന്ന് വിളിച്ചത്, അത് വ്യാജ ബിരുദക്കാരെ ഉദ്ദേശിച്ചാണ് പാറ്റ എന്ന് വിളിച്ചത്, നിങ്ങളുടെ ഊർജം തന്നെയാണ് ഞങ്ങളുടെ ഊർജം എന്ന് അദ്ദേഹം ഇപ്പം ഇതിനോടനുബന്ധിച്ച് പറയുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം പൊതുവെ മാറിയിരിക്കുന്നു. BBC-യും അതുപോലെ തന്നെ വേൾഡിലെ പല ന്യൂസ് ഏജൻസികളും ഇന്ത്യയിലെ സംഭവങ്ങൾ അതിപ്രാധാന്യത്തോടെ തന്നെ അവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വാർത്തകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് എതിരായിട്ടും വിദേശത്തും ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അവരും CJPയുടെ ഒപ്പം അണിനിരന്ന് നമ്മൾ കണ്ടു. അതിശക്തമായ നീക്കത്തിലാണ് ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ കാരണം. രാജിവെച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് തോന്നിയിട്ടുണ്ടാവണം. ഏതെല്ലാം അടിച്ച് ഇടിച്ചോ തല്ലി ഒതുക്കാൻ കുട്ടികളെ എന്നാരും കരുതണ്ട. കാരണം അതിലൊരു കുട്ടിയുടെ 3-4 പേർക്ക് പെല്ലറ്റ് ഇഞ്ചുറി ഉണ്ട്. ഒരാളുടെ കണ്ണിന് അവിടെ ഒരു പെല്ലറ്റ് വന്ന് പതിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ കയ്യിലും വശങ്ങളിലും പെല്ലറ്റ് പതിച്ചിട്ടുണ്ട്. കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയല്ല. അത് ശത്രുക്കളെ കൊല്ലുന്നതോടൊപ്പം അവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ പെല്ലറ്റ് കുട്ടികളുടെ നേരെ അവർ ഉതിർത്തത് ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. അത് വലിയ പരിക്കേറ്റിട്ടുണ്ട് BJP പാർട്ടിക്ക്. അത് മനസ്സിലാക്കണം. ഈ രീതിയിലല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അവർ വളരെ സംയമനത്തോടാണ് ജന്തർ മന്ദിറിൽ വന്നിരുന്നത്. കഴിഞ്ഞ 10-48 ദിവസം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഇന്ത്യയിൽ ഇതുണ്ടായത്. അവിടുന്ന് അമേരിക്കയിൽ നിന്ന് CJPയുടെ പാർട്ടിയുടെ ആ 31 വയസ്സുകാരൻ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിൽ വരികയാണ്. അതിനാണ് പാറ്റ പാർട്ടി സ്ഥാപിച്ചിട്ട് അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ വന്നപ്പം തന്നെ സ്വീകരിക്കാൻ ആരും വരണ്ട എന്ന് പറഞ്ഞു. ആ വരവ് ഇത്ര ശക്തി ആർജിക്കും എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചില്ല. അവരുടെ കണക്കൂട്ടലിൽ തെറ്റി. എന്തായാലും ഇന്ത്യയിലെ രാഷ്ട്രീയമായ വളരെയധികം മാറ്റങ്ങൾ അടുത്ത കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കാണാം. ഇതിൽ നിന്ന് ചില നേതാക്കന്മാർ ഉയർന്നു വരും. ഇന്ത്യയെ നിയന്ത്രിക്കാൻ പറ്റുന്ന കഴിവുള്ള നേതാക്കന്മാർ CJP പാർട്ടിയിൽ ഉയർന്നു വരും എന്നാണ് ഞാൻ കരുതുന്നത്.